ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ്ങുമായിട്ടാണ്, ഒരു ഗെയിമിംഗ് കൺസോളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഐവോ എന്ന കമ്പനിയുടെ G1000 എന്ന ഒരു ഡിവൈസാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് കൺസോളിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഈ ഒരു ബോക്സിന്മേൽ തന്നെ ഇതിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഇതിന് കുറേ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്, അത് റിമൂവ് ചെയ്തു. ഇനിയാണ് നമ്മുടെ ഗെയിമിംഗ് ഡിവൈസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഈ ഒരു ബോക്സിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. പിന്നെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ബോക്സ് കൂടി വരുന്നുണ്ട്. ഈ ഒരു ബോക്സിൽ എന്താണ് വരുന്നത് നോക്കാം. ഒരു ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്, ഒരു മൈക്രോ USB ചാർജിങ് കേബിള്. പിന്നെ ഒരു HDMI പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സിൽ നിന്ന് ലഭിച്ച കൺസോളാണിത്. നല്ലൊരു അടിപൊളി ഗെയിമിംഗ് കൺസോൾ എന്ന് തന്നെ പറയാം. ഇതിൽ നമുക്ക് ജോയ്സ്റ്റിക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു കൺസോളിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഈ ഒരു കൺസോൾ നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് ബിൽഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു 7" TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിസ്പ്ലേയിൽ ടച്ച് സ്ക്രീൻ സപ്പോർട്ടർ അല്ല, ഒരു നോർമൽ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേ അധികം ബട്ടൺസ് ആണ്. ഇതിൽ മുകൾ ഭാഗത്തായിട്ട് പാരലായിട്ട് കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സെലക്ട്, സ്റ്റാർട്ട്, റിട്ടേൺ, വോളിയം, പ്ലസ് മൈനസ് ബട്ടണുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് നമുക്കൊരു ജോയ്സ്റ്റിക്കും കാണാൻ സാധിക്കും. കുറച്ച് ഉയർന്ന രീതിയിലുള്ള ഒരു ജോയ്സ്റ്റിക്കാണിത്. വലതുവശത്തായിട്ട് നമുക്ക് ജെംസ് മിഠായിയുടെയൊക്കെ ആകൃതിയിൽ 3 കളറിലായിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഗെയിം കൺട്രോൾ ചെയ്യുന്നതിനുള്ള ബട്ടൺസ്. ഇതിൽ തന്നെ A, B, R, Y, XL എന്നീ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പീക്കറാണ് മെയിനായിട്ട് കാണാൻ സാധിക്കുക. പിന്നെ താഴ്ഭാഗത്തായിട്ട് ഒരു ഓൺ ഓഫ് ബട്ടണ്, അതിന് പുറത്തായിട്ട് നമുക്കൊരു മൈക്രോ USB ചാർജിങ് സ്ലോട്ട്, പിന്നെ ഒരു TFT സ്ലോട്ട്, പിന്നെ ഒരു ഹെഡ്ഫോൺ സ്ലോട്ട്. അതിനുശേഷം നമുക്ക് 2 USB-A ഔട്ട്പുട്ട് സ്ലോട്ടുകളും പിന്നെ ഒരു HDMI ഔട്ട്പുട്ട് സ്ലോട്ടുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ ഡിസൈനായിട്ട് വരുന്നത്. ഈ ഒരു ഗെയിം ഡിവൈസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു 2 കളർ കോമ്പിനേഷനിലായിട്ടാണ്, ഒരു ബ്ലാക്കും അതുപോലെ തന്നെ റെഡും കോമ്പിനേഷനിൽ. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്ക് ഓണാക്കി നോക്കാം. ഓണാക്കാനായിട്ട് പിൻഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ചുവന്ന ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഓണായിട്ട് വരും. ഓണായിട്ട് വരുമ്പോൾ തന്നെ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാവുക. പിന്നെ മുകളിലായിട്ട് കാണുന്നത് നമുക്ക് ഗെയിംസ് ആണ്. ഇതിൽ 10 റോകളിലായിട്ട് 3 ഗെയിമുകളാണ് വരുന്നത്. അതായത് 30 ഗെയിം വരെ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ഇപ്പോൾ ഉണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് ഗെയിം സെലക്ട് ചെയ്യാം. ഈ ഒരു ജോയ്സ്റ്റിക്ക് വെച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന് പുറത്തായിട്ട് നമുക്കൊരു മ്യൂസിക് ഓപ്ഷന്, പിന്നെ ഫോട്ടോസ് കാണുവാൻ, അതുപോലെ വീഡിയോസ് കാണുവാൻ, പിന്നെ ഇതിൻ്റെ ഒരു ഫയൽ മാനേജർ, പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിൽ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് കൊടുത്തുള്ള A ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു സെറ്റിംഗ്സ് സെലക്ട് ചെയ്യാം. ഇതിലായിട്ട് നമുക്ക് ലാംഗ്വേജ് സെറ്റിംഗ്സ്, തീം സെറ്റിംഗ്സ്, അതുപോലെ ഓഫ് സ്ക്രീൻ സെറ്റിംഗ്സ്, ബാക്ക് ലൈറ്റ് സെറ്റിംഗ്സ്, കീ ടൂൺ സെറ്റിംഗ്സ്, അതുപോലെ റീസ്റ്റോർ ഫാക്ടറി, അതുപോലെ സിസ്റ്റം ഇൻഫർമേഷൻ എന്നിവ കൊടുക്കുന്നു. ഇതിലായിട്ട് ഇതിൻ്റെ ഒരു മോഡൽ നമ്പറും വെർഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിംസിലൊന്ന് ഒരു ഗെയിം ഒന്ന് കളിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രവർത്തനം, എത്ര ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട്. ഒരു ഗെയിം പ്ലേ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ഈ ഗെയിം കളിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിൽ യൂസർ മാനുവൽ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏതൊക്കെ ബട്ടണാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. അത് കളിച്ച് നോക്കി തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ആവേണ്ടതുണ്ട്. പിന്നെ ഇത് സെലക്ട് ചെയ്യാനും അതുപോലെ ബാക്ക് പോകാനൊക്കെ ആയിട്ട് ഇവിടെ മുകളിലായിട്ട് ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗെയിമിംഗ് അനുഭവത്തോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സ്പീക്കർ ക്വാളിറ്റി നിങ്ങൾ കാണല്ലോ, അത്യാവശ്യം നല്ല ലൗഡ് സ്പീക്കർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ പല രീതിയിലുള്ള ഗെയിമുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 64 GB വരെ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. 2100 mAh പവറുള്ള ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു മുകൾ വശത്തായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ബാറ്ററി ലെവൽ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെ പ്രൊസസ്സർ വരുന്നത് DDR3 256 MB ആണ്. പിന്നെ ഈ ഒരു ഡിവൈസ് ഓൺ ആകുമ്പോൾ നമുക്ക് പുറഭാഗത്തായിട്ട് ഒരു ബ്ലൂ LED ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിന് പുറത്തായിട്ട് ഈ ഒരു HDMI പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു HDMI പോർട്ടിലൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ടിവിയുമായിട്ട് കണക്ട് ചെയ്ത് ടി വിയിൽ ലൈവായിട്ട് ഈ ഒരു വീഡിയോ കാണാൻ സാധിക്കും. കൂടാതെ നമുക്ക് മൾട്ടി പ്ലെയർ ഒക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് റിമോട്ട് വാങ്ങി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ PS4 ഉപയോഗിക്കുന്ന റിമോട്ട് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ആ ഒരു റിമോട്ട് വാങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് കൊടുത്തിരുന്ന USB ആപ്പ് പോർട്ടിൽ കണക്ട് ചെയ്ത് നമുക്ക് മൾട്ടി പ്ലെയർ ആയിട്ടും ഇതിൽ ഗെയിം കളിക്കുവാൻ സാധിക്കും. അപ്പൊ നല്ലൊരു അടിപൊളി ഗെയിമിംഗ് അനുഭവം നൽകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് Aiwo G1000 എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകളുടെ ഡീറ്റെയിൽസും പ്രൈസും, അതുപോലെ തന്നെ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആയ സ്റ്റോറുകളുടെ ഡീറ്റെയിൽസും പ്രൈസും ഒക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.